വെൽക്കം ടു കെംട്യൂബ്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വാലൻസ് ബോണ്ട് തിയറി VBT. ഈ ചാപ്റ്റർ പറഞ്ഞപ്പോൾ നമ്മൾ ലൂയിസ് തിയറി പറഞ്ഞു, ലൂയിസ് സ്ട്രക്ചർ പറഞ്ഞു, ദെൻ VSEPR തിയറി പറഞ്ഞു. ലൂയിസ് തിയറി വെച്ച് എങ്ങനെയാണ് ഓരോ ആറ്റംസും എങ്ങനെയാണ് അതിൻ്റെ ഒക്റ്ററ്റ് ഫുൾഫിൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. ഓക്കെ, വേറെ ആറ്റംസുമായി ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്ന വഴി എങ്ങനെയാണ് ഒക്റ്ററ്റ് ഫിൽ ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടത്. ഈ ലൂയിസ് തിയറി ബോണ്ടിങ്ങിനെ കുറിച്ചോ ഷേപ്പ് ഓഫ് ദ മോളിക്യൂളിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ബോണ്ടിങ് ആൻഡ് ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നീട് വന്ന തിയറിയാണ് VSEPR തിയറി, വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. ഇതിലെന്താണ്, വാലൻസ് ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്. ഈ വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഒരു മോളിക്യൂളിൻ്റെ ജോമെട്രി പ്രഡിക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ വാലൻഷ്യൽ ഇലക്ട്രോൺ പെയേഴ്സിൽ ലോൺ പെയേഴ്സും ഉണ്ട്, ബോണ്ട് പെയേഴ്സും ഉണ്ട്. ലോൺ പെയർ വരികയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ജോമെട്രി ഡിസ്റ്റോർട്ടഡ് ആവും എന്നും നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ രണ്ട് കേസിലും അറ്റോമിക് ഓർബിറ്റൽസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ കാര്യം രണ്ട് തിയറീസും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഈ രണ്ട് തിയറീസിനും, ലൂയിസ് തിയറിക്കും VSEPR തിയറിക്കും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. In order to overcome the limitations of Lewis theory and VSEPR theory, two theories were proposed. ആ തിയറീസ് ഏതൊക്കെയാണ്? വാലൻസ് ബോണ്ട് തിയറി ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഈ രണ്ട് തിയറീസും ക്വാണ്ടം മെക്കാനിക്കൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറീസാണ്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം വാലൻസ് ബോണ്ട് തിയറി VBT. എന്താണ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇലക്ട്രോൺസിനെ കാണാനുള്ള മാക്സിമം പ്രോബബിലിറ്റി ഉള്ള റീജിയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയാസ് ഇൻ എൻ ആറ്റം വേർ ദർ ഈസ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഈസ് മാക്സിമം. ഓക്കെ, അപ്പോൾ വാലൻസ് ബോണ്ട് തിയറിയും മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയും ഓർബിറ്റൽസിനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് വന്നിട്ടുള്ള തിയറിയാണ്. ഈ വാലൻസ് ബോണ്ട് തിയറി പ്രൊപ്പോസ് ചെയ്തത് ഹിറ്റ്ലർ ആൻഡ് ലണ്ടൻ എന്ന് പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റാണ്. ഓക്കെ, ദെൻ ലേറ്റർ മോഡിഫൈഡ് ബൈ പോളിംഗ് ആൻഡ് ഫ്യൂ അതർ സയൻറ്റിസ്റ്റ്സ്. ഇനി ഈ വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്? ഓരോ ആറ്റത്തിനും എന്താണ് ഓർബിറ്റൽസ് ഉണ്ടാവും അല്ലേ? ബോണ്ട് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ വാലൻസ് ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആ വാലൻസ് ഓർബിറ്റൽസിലെ ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കണം? ഓപ്പോസിറ്റ് സ്പിന്നുള്ള ഇലക്ട്രോൺസ് ആയിരിക്കണം. ഇങ്ങനെയുള്ള രണ്ട് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് അടുത്ത് വരുമ്പോൾ അതെന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യും, പരസ്പരം മേർജ് ചെയ്യും. അങ്ങനെ മേർജ് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നാണ് വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. According to valence bond theory, a covalent bond is formed by the overlapping of two half-filled valence orbitals of given atoms. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. നമുക്ക് ഹൈഡ്രജനെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഹൈഡ്രജൻ ആണ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആറ്റം. ഹൈഡ്രജനിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ A, ഹൈഡ്രജൻ B. ഓക്കെ, ഹൈഡ്രജൻ എയിൽ 1 ഇലക്ട്രോൺ, അതിനെ EA എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, 1s1 ആണ്. ഈ എസ് ഓർബിറ്റിൽ ഒരേ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ ഹാഫ് ഫിൽഡ് ആണ്. ഒരെണ്ണം കൂടി വരുമ്പോഴാണ് പെയറിങ് വരിക. സോ ദിസ് ഇസ് ഹാഫ് ഫിൽഡ്. ദെൻ സെക്കൻഡ് ആറ്റം HB, 1 ഇലക്ട്രോൺ, EB എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. 1s1, ആ എസ് ഓർബിറ്റലിൽ 1 ഇലക്ട്രോൺ. ഈ രണ്ട് ഇലക്ട്രോൺസും എങ്ങനെയായിരിക്കണം? ഓപ്പോസിറ്റ് സ്പിന്നുള്ള ഇലക്ട്രോൺസ് ആയിരിക്കണം. ഓക്കെ, ദെൻ ഈ HA ആൻഡ് HB എന്ന് പറയുന്ന ആറ്റംസ് വളരെ അകലെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാർജ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്തുണ്ടാവില്ല? ഒരു ഇൻറ്ററാക്ഷനും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇത് അടുത്തടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാവും, റിപ്പൽസീവ് ഫോഴ്സും ഉണ്ടാവും. ഈ ആറ്റംസിൻ്റെ ഇടയ്ക്ക് അട്രാക്റ്റീവ് ഫോഴ്സും വരും, റിപ്പൽസീവ് ഫോഴ്സും വരും. ഏതൊക്കെയാണ് അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നത്? ഒന്നാമത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസും അതിലെ തന്നെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. ന്യൂക്ലിയസ് ഓഫ് 1 ആറ്റം ആൻഡ് ഇറ്റ്സ് ഓൺ ഇലക്ട്രോൺ അട്രാക്റ്റ് ഈച്ച് അതർ. ഓക്കെ, അതാണ് NaEA. അതായത് ഹൈഡ്രജൻ എയുടെ ന്യൂക്ലിയസ് Na, ഹൈഡ്രജൻ എയുടെ ഇലക്ട്രോൺ EA. അപ്പോൾ Na, ന്യൂക്ലിയസ് ഓഫ് ഹൈഡ്രജൻ A, ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ A attractive. Then nucleus of hydrogen B, electron of hydrogen B attractive.
സെക്കൻഡ് കേസ് എന്താണ്? ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസും മറ്റേ ആറ്റത്തിൻ്റെ ഇലക്ട്രോണും, അതായത് വാലൻസ് ഇലക്ട്രോണും ഒരാളുടെ ന്യൂക്ലിയസും മറ്റാളുടെ വാലൻസ് ഇലക്ട്രോണും തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അങ്ങനെ വരാം. അതായത് Na ഹൈഡ്രജൻ എയുടെ ന്യൂക്ലിയസും Hb ഹൈഡ്രജൻ ബിയുടെ ഇലക്ട്രോണും Eb എന്ന് പറയുന്ന ഇലക്ട്രോണും തമ്മിൽ അട്രാക്ഷൻ വരാം. ദെൻ ഹൈഡ്രജൻ ബിയുടെ ന്യൂക്ലിയസും ഹൈഡ്രജൻ എയുടെ ഇലക്ട്രോണും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് വരാം. NbEa അട്രാക്ഷൻ വരാം. ദെൻ റിപ്പൽഷൻ ഏതൊക്കെയാണ് വരിക? സെയിം ചാർജസ് ആണ് റിപ്പൽ ചെയ്യുക. സോ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് അടുത്ത് വരുമ്പോൾ എന്താണ്? പോസിറ്റീവ് ചാർജുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ന്യൂക്ലിയസ് ആണ്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും ന്യൂക്ലിയസ്, ഹൈഡ്രജൻ എയുടെയും ഹൈഡ്രജൻ ബിയുടെയും ന്യൂക്ലിയസ് റിപ്പൽ ചെയ്യും. അപ്പോൾ Na Nb റിപ്പൽഷൻ വരാം. ദെൻ ഇലക്ട്രോൺസ്, നെഗറ്റീവ്ലി ചാർജുള്ള ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യാം. സോ ഹൈഡ്രജൻ എയുടെ ഇലക്ട്രോൺ Eയും ഹൈഡ്രജൻ ബിയുടെ ഇലക്ട്രോൺ Ebയും തമ്മിൽ റിപ്പൽസീവ് ഫോഴ്സ് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് Ha Hb എന്ന് പറയുന്ന രണ്ട് ആറ്റംസ് അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? HAയും EAയും തമ്മിൽ ഒരു ഓൾഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്ന അട്രാക്ഷൻ ഇതിൻ്റെ ന്യൂക്ലിയസും Na എന്ന് പറയുന്ന ന്യൂക്ലിയസും Ea എന്ന് പറയുന്ന ഇലക്ട്രോണും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ Nb എന്ന് പറയുന്ന ന്യൂക്ലിയസും Eb എന്ന് പറയുന്ന ന്യൂക്ലിയസും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് അടുത്തേക്ക് വരുമ്പോൾ പുതിയൊരു അട്രാക്റ്റീവ് ഫോഴ്സ് വരും. അത് ഏതൊക്കെയാണ്? ഈ Na എന്ന് പറയുന്ന ന്യൂക്ലിയസും Eb എന്ന് പറയുന്ന ഇലക്ട്രോണും തമ്മിൽ അട്രാക്ഷൻ വരും. അതുപോലെ തന്നെ Nb എന്ന് പറയുന്ന ന്യൂക്ലിയസും Ea എന്ന് പറയുന്ന ഇലക്ട്രോണും തമ്മിൽ പുതിയൊരു ന്യൂ അട്രാക്റ്റീവ് ഫോഴ്സ് വരും. ഓക്കെ, ഇനി റിപ്പൽഷൻ ഏതൊക്കെ തമ്മിലാണ്? Eaയും Ebയും തമ്മിൽ റിപ്പൽഷൻ വരും. അതുപോലെ തന്നെ Naയും Nbയും തമ്മിൽ റിപ്പൽഷൻ വരും. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന റിപ്പൽസീവ് ഇൻട്രാക്ഷനാണ്. ക്ലിയർ ആയല്ലോ? അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ് ചെയ്യുക? അട്രാക്റ്റീവ് ഫോഴ്സ് രണ്ട് ആറ്റംസിനെ അടുത്തേക്ക് ക്ലോസർ ആക്കി വെക്കും. റിപ്പൽസീവ് ഫോഴ്സ് എന്ത് ചെയ്യും? പുഷ് ദം അപ്പാർട്ട്. ഓക്കെ, അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രിങ്സ് ടു ആറ്റംസ് ടുഗെദർ ഓർ ക്ലോസർ. റിപ്പൽസീവ് ഫോഴ്സ് പുഷ് ടു ആറ്റംസ് എവേ. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് റിപ്പൽസീവ് ഫോഴ്സിനേക്കാളും കൂടുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ബോണ്ട് ഫോം ചെയ്യുന്നത്. അട്രാക്ഷൻ കൂടുമ്പോഴാണ്, റിപ്പൽഷനേക്കാളും അട്രാക്ഷൻ കൂടുമ്പോഴാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ഫ്രണ്ട്സിൻ്റെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ രണ്ട് ആളുകളുടെ കാര്യം എടുക്കാം. ഈ രണ്ടാളുകളും എന്താണ്? പരസ്പരം കാണുമ്പോൾ എപ്പോഴും അടിയാണ്. അവർക്ക് ഒരാൾ പറയുന്നത് ഒരാൾക്ക് ഇഷ്ടാവില്ല. അങ്ങനെ എപ്പോഴും അടിയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അവർ തമ്മിൽ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല, അല്ലേ? അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു പോകും. നേരെ മറിച്ച് എന്താണ്? ഈ ആൾക്കാർ തമ്മിൽ അടിയൊക്കെ ഉണ്ടാവും, പക്ഷെ എന്താണ്? അവർ തമ്മിൽ പരസ്പരം ഭയങ്കര സ്നേഹമാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് സിമിലറാണ്. അവർ ഒരേ വേവ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ അവരെന്താണ്? ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും ആറ്റംസ് തമ്മിൽ, അതായത് ഒരു ബോണ്ടിങ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, എനർജി വേഴ്സസ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഗ്രാഫ്. രണ്ട് ആറ്റംസ് പരസ്പരം അകലെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ലാർജ് ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവയ്ക്കിടയിൽ എന്താണ്? ഇൻട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഹൈ എനർജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈ എനർജി ആയിരിക്കും. ഇത് പരസ്പരം അടുത്തടുത്ത് വരുമ്പോൾ എന്താണ്? എനർജി കുറഞ്ഞ് എനർജി റിലീസ് ചെയ്യാൻ തുടങ്ങും. എനർജി കുറഞ്ഞ് വരും. ദെൻ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ എന്താണ്? ഈ രണ്ട് ആറ്റംസും ക്ലോസർ ആയിട്ട് വരും. അപ്പോൾ അവിടെ നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സും നെറ്റ് റിപ്പൽസീവ് ഫോഴ്സും എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ഓക്കെ, ദെൻ വീണ്ടും ഇത് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഇവിടെ എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കും. അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ റിപ്പൽസീവ് ഫോഴ്സ് ആവും. അപ്പോൾ ഇവ തമ്മിൽ എന്ത് ചെയ്യും? ബോണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് ഒരു മിനിമം പോയിന്റിൽ എത്തും. ഓക്കെ, ഈ മിനിമം പോയിന്റിൽ എത്തുമ്പോഴാണ് ഇത് തമ്മിൽ ബോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ എയും ഹൈഡ്രജൻ ബിയും അകന്ന് നിൽക്കുമ്പോൾ എന്താണ്? ഹൈ എനർജി ആയിരിക്കും. അടുത്തേക്ക് വരും തോറും എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൽസീവ് ഫോഴ്സും ബാലൻസ്ഡ് ആവാൻ തുടങ്ങും. ദെൻ വീണ്ടും എന്ത് ചെയ്യും? ഇത് അടുത്തേക്ക് വരുമ്പോൾ എനർജി കുറഞ്ഞ് ഒരു മിനിമം പോയിന്റിലെത്തുമ്പോൾ ഹൈഡ്രജൻ എയും ഹൈഡ്രജൻ ബിയും തമ്മിൽ കോവാലൻ്റ്ലി ബോണ്ടഡ് ആവും. HA HB എന്ന് പറയുന്നത് കോവാലൻ്റ്ലി ബോണ്ടഡ് ആയിട്ട് H2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഫോം ചെയ്യും. ഓക്കെ, ഈ HA ആൻഡ് HBയുടെ ഇടയ്ക്കുള്ള ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 74 പിക്കോമീറ്റർ ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു എനർജി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ഇത് രണ്ടും അടുത്തേക്ക് വരുമ്പോൾ എനർജി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ഈ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 435.8 കിലോ ജൂൾ പെർ മോളാണ്. ഓക്കെ,
Energy released when a bond is formed between two atoms. Energy released when a bond is formed between two atoms is known as bond enthalpy. രണ്ട് ആറ്റംസ് കൂടി ചേരുമ്പോൾ ഒരു എനർജി റിലീസ് ചെയ്യും. ആ എനർജിയാണ് എന്ത് പറയുന്നത്? ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ H2 മോളിക്യൂൾ ഫോം ചെയ്യുമ്പോഴത്തെ ബോണ്ട് എൻതാൽപ്പി 435.8 കിലോ ജൂൾ പെർ മോളാണ്. അതേ എനർജി തന്നെയാണ് ഈ H2 മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടത്. അതായത് 435.8 കിലോ ജൂൾ പെർ മോൾ എനർജി അബ്സോർബ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ കിട്ടുമ്പോഴാണ് ഈ H2 മോളിക്യൂൾ എന്ത് ചെയ്യുന്നത്? ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓർബിറ്റൽ ഓവർലാപ്പ് കോൺസെപ്റ്റ്. നമുക്കറിയാം എസ് ഓർബിറ്റൽ ഉണ്ട്, പി ഓർബിറ്റൽ ഉണ്ട്, ഡി ഓർബിറ്റൽ ഉണ്ട്, എഫ് ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഓർബിറ്റൽസ് ഒക്കെ എന്താണ്? ഓവർലാപ്പ് ചെയ്യും. ഈ ഓർബിറ്റൽസ് പാർഷ്യലി എന്ത് ചെയ്യും? പാർഷ്യലി മേർജ് ചെയ്യും അല്ലെങ്കിൽ പാർഷ്യലി ഇന്റർപെനിട്രേറ്റ് ചെയ്യും. പരസ്പരം ചെറുതായിട്ടൊന്ന് കൂടിച്ചേരും. ആ കൂടിച്ചേരുമ്പോഴാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നാണ് വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. അക്കോർഡിംഗ് ടു വാലൻസ് ബോണ്ട് തിയറി, covalent bond is formed by the partial interpenetration or partial merging of atomic orbitals. This partial merging of atomic orbitals is known as overlapping. Okay, ഇങ്ങനെ രണ്ട് ഓർബിറ്റൽസ് നിൽക്കുകയാണെങ്കിൽ ഇത് പരസ്പരം എന്താണ്? പാർഷ്യലി ഇങ്ങനെ മേർജ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഈ പാർഷ്യലി മേർജ് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇങ്ങനെ മേർജ് ചെയ്യുമ്പോൾ എന്താണ്? ഇപ്പോൾ ഹൈഡ്രജൻ എയും ഹൈഡ്രജൻ ബിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈഡ്രജനിൽ എസ് ഓർബിറ്റൽ ഉണ്ട്. ഈ എസ് ഓർബിറ്റലിൽ 1 ഇലക്ട്രോൺ, ഈ എസ് ഓർബിറ്റലിൽ 1 ഇലക്ട്രോൺ, 2 ഓപ്പോസിറ്റ് സ്പിൻസ് ഉള്ള ഇലക്ട്രോൺ. ഇത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ എന്താണ്? ഈ ഇലക്ട്രോൺസ് പെയർ ചെയ്യും. പെയർ ചെയ്തിട്ട് ഇവിടെ എന്ത് ഫോം ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ദെൻ എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ് ഡിസൈഡ്സ് ദി സ്ട്രെങ്ത് ഓഫ് കോവാലന്റ് ബോണ്ട്. എത്രത്തോളം നന്നായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണ് കോവാലന്റ് ബോണ്ടിൻ്റെ സ്ട്രെങ്ത് വരിക. ഓക്കെ, ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? മോർ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ എന്താണ്? രണ്ട് പേര് തമ്മിൽ നല്ല ഇഷ്ടത്തിലാണ്. അപ്പോൾ നല്ല ഇഷ്ടത്തിലാണെങ്കിൽ അവർ വളരെ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പം നമ്മൾ അമ്മയും കുട്ടിയും എന്ന് പറയുമ്പോൾ എന്താണ്? അമ്മയും മക്കളും തമ്മിൽ വളരെയധികം സ്നേഹത്തിലായിരിക്കും അല്ലേ? അപ്പോൾ വളരെയധികം സ്നേഹത്തിലാവുമ്പോൾ അവർ വളരെ ക്ലോസ് ആയിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? വെരി സ്ട്രോങ് ആയിരിക്കും. ഒരാൾക്കും തകർക്കാൻ പറ്റില്ല അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ കോവാലന്റ് ബോണ്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ഓവർലാപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബോണ്ട്. രണ്ട് തരത്തിലുള്ള ഓവർലാപ്പിംഗ് ഉണ്ട്. ഒന്ന് ആക്സിയൽ ഓവർലാപ്പിംഗ് ഓർ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്. രണ്ടാമത്തത് ലാറ്ററൽ ഓവർലാപ്പിംഗ് ഓർ സൈഡ് വൈസ് ഓവർലാപ്പിംഗ്. ഓക്കെ, ആക്സിയൽ ഓവർലാപ്പിംഗ് ആൻഡ് ലാറ്ററൽ ഓവർലാപ്പിംഗ്, എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആൻഡ് സൈഡ് വൈസ് ഓവർലാപ്പിംഗ്. എന്താണ് ആക്സിയൽ ഓവർലാപ്പിംഗ്? ഇപ്പോൾ രണ്ട് പേര് എന്താണ്? തല ഇങ്ങനെ മുട്ടിക്കുക എന്ന് വിചാരിക്കുക. ഈ തലയുടെ ഈ ഭാഗം രണ്ട് പേരുടെ പരസ്പരം മുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? അതിനെയാണ് എന്ത് പറയുന്നത്? ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരെ മറിച്ച് രണ്ട് പേര് തല ഇങ്ങനെ, ഇപ്പോൾ ഇവിടെ ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെ തല മുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? സൈഡ് വേസ് ഓവർലാപ്പിംഗ് ഓർ ലാറ്ററൽ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആക്സിയൽ ഓവർലാപ്പിങ്ങിൽ എസ് ഓവർലാപ്പിംഗ്, അതായത് എസ് ഓർബിറ്റൽസ് തമ്മിലുള്ള ഓവർലാപ്പിംഗ് ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ്. ഇവർ തമ്മിൽ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, എസ് ഓർബിറ്റൽസ്, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള രണ്ട് എസ് ഓർബിറ്റൽസ് എന്താണ്? ആക്സിയൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ദെൻ രണ്ടാമത്തത് SP ഓവർലാപ്പിംഗ്, അതായത് എസ് ഓർബിറ്റലും ഇതുപോലെ ഇരിക്കുന്ന ഒരു പി ഓർബിറ്റലും എന്താണ്? ഇങ്ങനെ പരസ്പരം അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ രണ്ട് ഹെഡും എൻഡ് ടു എൻഡ് എന്താണ്? ഓവർലാപ്പ് ചെയ്യും. രണ്ട് ഹെഡും ഓവർലാപ്പ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? SP ഓവർലാപ്പിംഗ് വരും. ഈ SP ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഫോർ എക്സാമ്പിൾ, ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഈ എസ് ഓർബിറ്റൽ പോസിറ്റീവ്, ഇതിൻ്റെ ഈ ഒരു സൈഡ് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ വരുന്നത് എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് ഓവർലാപ്പിംഗ് വരിക. നേരെ മറിച്ച് എസ് ഓർബിറ്റൽ പോസിറ്റീവാണ്, ഈ ഒരു ഭാഗം നെഗറ്റീവും ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ വരുന്നത് എന്ത് ഓവർലാപ്പിംഗ് ആണ്?
നെഗറ്റീവ് ഓവർലാപ്പിംഗ് ആണ്. ഓക്കെ, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് പി പി ഓവർലാപ്പിംഗ്, അതായത് പി ഓർബിറ്റലും ഹാഫ് ഫിൽഡ് പി ഓർബിറ്റൽസ് തമ്മിലുള്ള ഓവർലാപ്പിംഗ്. അത് ഇങ്ങനെ എൻ ടു എൻഡ്, ഈ എൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ പി പി ഓവർലാപ്പിംഗ് കിട്ടും. ഇതും എങ്ങനെയാവാം? പോസിറ്റീവ് ഓവർലാപ്പിംഗ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഓവർലാപ്പിംഗ് ആവാം. ഓക്കെ, ഇനി ലാറ്ററൽ ഓവർലാപ്പിംഗ് ഓർ സൈഡ് വേസ് ഓവർലാപ്പിംഗ്. സൈഡ് വേസ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സൈഡ് തമ്മിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുക. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നതാണ് എന്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. രണ്ടുപേരുടെയും തലകൾ തമ്മിൽ കൂട്ടിമുട്ടുക, അല്ലെങ്കിൽ എൻഡുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ആക്സിയൽ ഓവർലാപ്പിംഗ്. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സൈഡ് വേസ് ഓവർലാപ്പിംഗ്. ഓക്കെ, അപ്പോൾ പി ഓർബിറ്റൽസ്, ഈ രീതിയിൽ നിൽക്കുന്ന പി ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? ഇങ്ങനൊരു ഓവർലാപ്പിംഗ് പോസിബിൾ ആണ്. ഓക്കെ, ദെൻ ഇങ്ങനെ നിൽക്കുന്ന പി ഓർബിറ്റൽസ് എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓവർലാപ്പിംഗ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നോർമലി ആക്സിയൽ ഓവർലാപ്പിംഗ് ചെയ്ത് കിട്ടുന്ന, അതായത് എസ് ഓവർലാപ്പിംഗ്, എസ് പി ഓവർലാപ്പിംഗ് ആൻഡ് പി പി ഓവർലാപ്പിംഗ് ചെയ്ത് കിട്ടുന്ന ബോണ്ട് ഏത് ബോണ്ടായിരിക്കും? ആ ബോണ്ട് സിഗ്മ ബോണ്ടായിരിക്കും. ഓക്കെ, ആക്സിയൽ ഓവർലാപ്പിംഗ് റിസൾട്ട്സ് സിഗ്മ ബോണ്ട്. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ എന്താണ് ഓവർലാപ്പ് ചെയ്തിട്ട് പെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ് സിഗ്മ ഇലക്ട്രോൺസ്. ദെൻ ലാറ്ററൽ ഓവർലാപ്പിംഗ് കഴിഞ്ഞ് കിട്ടുന്ന ബോണ്ട് പൈ ബോണ്ടാണ്. ഓക്കെ, ഈ പൈ ബോണ്ടിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പൈ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ദെൻ സിഗ്മ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ് ലാറ്ററൽ ഓവർലാപ്പിങ്ങിനെ നോക്കുമ്പോൾ മോർ സ്ട്രോങ് ഓവർലാപ്പിംഗ്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് ആക്സിയൽ ഓവർലാപ്പിങ്ങിലാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ സിഗ്മ ബോണ്ട് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട്. ഓക്കെ, ദെൻ ഒരു സിംഗിൾ കോവാലൻ ബോണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന ബോണ്ട് സിഗ്മ ബോണ്ടാണ്. മൾട്ടിപ്പിൾ ബോണ്ട്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ബോത്ത് സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് പ്രസൻ്റ് ആയിരിക്കും. ഇനി ഈ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലോങ് ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആണ്. ഇപ്പോൾ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർന്യൂക്ലിയർ ആക്സിസിന് നേരെയാണ് ഈ ഓവർലാപ്പിംഗ് നടക്കുക. എലോങ് ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആണ്. നേരെ മറിച്ച് ലാറ്ററൽ ഓവർലാപ്പിംഗ് നോക്കുമ്പോൾ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ഇവിടെയാണ്. ഓവർലാപ്പിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്. സോ ഇതെങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആണ്. ലാറ്ററൽ ഓവർലാപ്പിംഗിൽ ഓവർലാപ്പിംഗ് പെർപെൻഡിക്കുലർ ടു ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആണ്.